യേശുവിനെ കുരിശിൽ തറച്ച കാൽവരി മലയും സംസ്കരിച്ച കല്ലറയും ഉൾപ്പെടുന്ന പ്രദേശത്ത് AD 135 ഹെദ്രിയൻ ചക്രവർത്തി വീനസ് ദേവിക്കായി ഒരു അമ്പലം നിർമ്മിച്ചിരുന്നു. ആ അമ്പലം തകർത്ത് അവിടെ പരിശോധന നടത്തിയ ഹെലേന രാജ്ഞി യേശുവിനെ തറച്ച കാൽവരി മലയോട് ചേർന്ന് പാറ തകർത്തപ്പോൾ ഉണ്ടായ ഒരു കുഴിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നതായും ആ മാലിന്യങ്ങൾക്കിടയിൽ കുറ്റവാളികളെ ശിക്ഷിക്കാനായി ഉപയോഗിച്ചിരുന്ന പല കുരിശുകളും കണ്ടെത്താനിടയായി. ആ കുരിശുകൾക്കിടയിൽ യേശുവിനെ തറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ കുരിശുണ്ടെന്ന് ഹെലേന രാജ്ഞി മനസ്സിലാക്കി. ക്രിസ്തുവിന്റെ കുരിശിന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയുണ്ടെന്നും വിശ്വസിച്ചു. അതിനാൽ അവിടെ കണ്ടെത്തിയ കുരിശുകളിൽ ഒരു യുവാവിന്റെ മൃതദേഹം കിടത്തി നോക്കി. യേശു മരിച്ച കുരിശിൽ കിടത്തിയപ്പോൾ ആ മൃതശരീരം ജീവനുള്ളതായി മാറിയെന്ന് ജെറുസലേമിലെ ആദിമ ക്രൈസ്തവ പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ഹെലേന രാജ്ഞി യേശുവിന്റെ യഥാർത്ഥ കുരിശ് കണ്ടെത്തിയതാണ് വിശുദ്ധ കുരിശിന്റെ തിരുനാളായി കണക്കാക്കപ്പെടുന്ന ഒരു ചരിത്രം.